നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സുധാകരൻ രക്ഷകനായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുരുതി കൊടുത്തവർക്കെതിരെ മാപ്പില്ലാതെ കെ മുരളീധരൻ. ബിജെപിയിലേക്കെന്ന പ്രചരണം ശക്തമായി. കോഴിക്കോട്ടെത്തി മുരളീധരനെ കണ്ട സുധാകരൻ ഒന്നും ആവശ്യപ്പെട്ടില്ല, തിരിച്ചു കൊണ്ടുവരുമെന്ന് സുധാകരൻ. പത്മജ വേണുഗോപാലിനെയും സുരേഷ് ഗോപിയെയും നിസ്സാരമായി കണ്ട കെ മുരളീധരനെ തെറ്റി. പത്മജ പറഞ്ഞതുപോലെ സംഭവിച്ചു. ഏട്ടനും ആ ഗതി തന്നെ വന്നു. തൃശൂർ കോൺഗ്രസുകാർ കാലുമാറി. മുരളീധരൻ ബിജെപിയിലേക്കെന്ന പ്രചരണം ശക്തമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മത്സരിച്ച് പരാജയപ്പെട്ട കെ മുരളീധരനെ അനുനയിപ്പിക്കാനെത്തി KPCC അധ്യക്ഷൻ കെ സുധാകരൻ. കെ മുരളീധരനെ തിരിച്ചു കൊണ്ടുവരും, അത് ഞങ്ങളുടെ എല്ലാവരുടെയും ബാധ്യതയാണെന്ന് കെ സുധാകരൻ പ്രതികരിച്ചു. കെ മുരളീധരനെ തിരിച്ചു കൊണ്ടുവരും, അത് ഞങ്ങളുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. ചർച്ചയിൽ ഒരാവശ്യവും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടില്ല. കെ മുരളീധരന് എന്ത് പദവി നൽകണമെന്ന കാര്യം പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കും. KPCC അധ്യക്ഷൻ പദവി അടക്കം അതിൽ ചർച്ചയാകുമെന്ന് സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഒഴിഞ്ഞാൽ വയനാട്ടിലേക്ക് കെ മുരളീധരനെ പരിഗണിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ മുരളീധരനുണ്ടായ വിഷമം മാറ്റുകയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ലക്ഷ്യം. പാലക്കാട് നിയമസഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ മത്സരിപ്പിക്കാനാണ് സാധ്യത. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസിന് ഒരവസരം കൂടി നൽകിയേക്കും. വടകരയിലും നേമത്തും തൃശൂരിലും അടക്കം പാർട്ടി പറഞ്ഞ ഇടത്തെല്ലാം എതിര് പറയാതെ മത്സരിച്ച കെ മുരളീധരൻ തൃശൂരിൽ തോൽക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പൊതുരംഗത്തേക്കില്ലെന്ന് സങ്കടത്തോടെ പറഞ്ഞാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് തോൽവിയോട് പ്രതികരിച്ചത്. മുതിർന്ന നേതാക്കൾ പലരും ഫോണിൽ വിളിച്ച് അനുനയിപ്പിക്കുന്നുണ്ടെങ്കിലും വിഷമം മാറിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ സുരക്ഷിതമായ ഒരു പദവി മുരളിക്ക് നൽകണമെന്ന മുന്നണി നേതാക്കൾ പോലും പറയുന്നത്. റായ്ബറേലിയിലും ജയിച്ച രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിലെ അംഗത്വം രാജിവെച്ചാൽ കെ മുരളീധരൻ വരട്ടെയെന്നാണ് നിർദ്ദേശം. മുൻപ് DIC കാലത്ത് ഇരു മുന്നണികൾക്കുമെതിരെ മത്സരിച്ച് മിന്നുന്ന പ്രകടനം വയനാട്ടിൽ മുരളീധരൻ കാഴ്ചവെച്ചിട്ടുണ്ട്. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യത്തിൽ പ്രിയങ്ക ഗാന്ധി ഇല്ലെങ്കിൽ മാത്രമേ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കുന്നത് പരിഗണിക്കൂ. എന്നാൽ വയനാട്ടിൽ മത്സരിക്കാൻ കെ മുരളീധരൻ തയ്യാറാകുമോ എന്നതും നിശ്ചയമില്ല. ആലത്തൂരിൽ തോറ്റ രമ്യ ഹരിദാസിനെ ചേലക്കരയിൽ മത്സരിപ്പിക്കുന്ന കാര്യവും ആലോചനയിലുണ്ട്. ആലപ്പുഴയിൽ തോറ്റ ഷാനിമോൾ ഉസ്മാൻ അരൂരിൽ ജയിച്ച ചരിത്രമാണ് പിൻബലം. എന്നാൽ തോൽവിയുടെ കാര്യകാരണങ്ങളിൽ പാർട്ടിയിൽ കലാപം ഉയർന്നാൽ സാധ്യത മങ്ങും. ഷാഫി പറമ്പിൽ ഒഴിയുന്ന പാലക്കാടാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ തലവേദന. ഫോട്ടോ ഫിനിഷിംഗിലാണ് കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ ജയിച്ചു കയറിയത്. BJP നിയമസഭയിലേക്ക് വിജയപ്രതീക്ഷ വയ്ക്കുന്ന പ്രധാന മണ്ഡലമാണ് പാലക്കാട്. അതിനാൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലൊരു നേതാവ് വേണം മണ്ഡലം നിലനിർത്താൻ എന്നാണ് ചിന്ത. ഷാഫി പറമ്പിൽ നിർദ്ദേശിക്കുന്ന പേരും രാഹുലിന്റേത് തന്നെയാവും. അതേസമയം കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം എല്ലാവരുടെയും അനുവാദത്തോടെ എടുത്ത തീരുമാനമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. താൻ ഉൾപ്പെടെ തോറ്റിട്ടുണ്ടെന്നും സതീശൻ കണ്ണൂരിൽ പറഞ്ഞു. തോൽവി കെ മുരളീധരന് പുത്തരിയാണോ? ഞങ്ങളെല്ലാം തോറ്റിട്ടുണ്ട്, തോൽവി പരിശോധിക്കുകയാണ് വേണ്ടത്. ആരെയും കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലെന്നും VD സതീശൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.